ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ഈ പ്രഭാതത്തിൽ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് 10 കൽപ്പനകൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടതായ ന്യായപ്രമാണങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 5-ാമത്തെ കൽപ്പനയായിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ള ആ കൽപ്പനയിൽ നിന്നാണ് ചില ചിന്തകൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കാരണം ഈ കാലയളവിൽ വിശ്വാസികളുടെ ഭവനത്തിൽ പോലും മാതാപിതാക്കൾക്ക് വേണ്ടുന്നതായ ആദരവുകൾ കൊടുക്കാത്ത തലമുറകളാണ് ഉള്ളത്. അതുകൊണ്ട് അല്പമായി ഇതിനെപ്പറ്റി പറയണമെന്ന് ചിന്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന കൃപയനുസരിച്ച് അല്പം കൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഈ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഹോണർ യുവർ ഹെവൻലി ഫാദർ ത്രൂ എ ലൈഫ് ഓഫ് ഡിവോട്ടഡ് ടു ഹിം. ഈ കൽപ്പനകളിലൂടെ നാം നമ്മുടെ ഭൗമികമായ മാതാപിതാക്കളെ മാത്രമല്ല വലിയവനായ ദൈവത്തിനും വളരെ പ്രാധാന്യം കൊടുക്കണം, ദൈവത്തെ ബഹുമാനിക്കണം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 1-ാമത്തെ പോയിന്റിൽ. ഇന്ന് നമുക്ക് 2-ാമത് ഇതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടുള്ളതായ കാര്യമെന്ന് പറയുന്നത് ഗീവ് താങ്ക്സ് ദാറ്റ് യു ഹാവ് ബീൻ ഫ്രീഡ് ഫ്രം ദ പെനാലിറ്റി ഓഫ് ഡിസോണറിങ് യുവർ പേരൻസ്. വലിയവനായ ദൈവം നാം നമ്മുടെ മാതാപിതാക്കളെ അനാദരിക്കുന്നതിന് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ആ വലിയ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് നാം ദൈവത്തെ ധാരാളമായി സ്തുതിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 5-ാമത്തെ കൽപ്പനയായിരിക്കുന്ന ഈ കൽപ്പനയിൽ ഭൗമികമായിരിക്കുന്ന മാതാപിതാക്കളെ നാം ബഹുമാനിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, വലിയവനായ ദൈവമാണ് ഒരു കുടുംബം എന്ന ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചത്. അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അതേ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം. നമുക്കറിയാം, ദൈവവചനം അനുസരിച്ച് വിശ്വാസത്തിലേക്ക് വരാത്തവരുടെ തൻ്റെ മാതാപിതാക്കളെ അനാദരിക്കുമ്പോൾ, ആദരിക്കാതെ ഇരിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ ആ വലിയ കോപം അവരുടെ മേൽ വരും. വലിയൊരു ശിക്ഷ, മരണം അവരുടെ മേൽ വരും. കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നാം നമ്മുടെ മാതാപിതാക്കളെ നാം കോപത്തോടുകൂടെ നാം അവരോട് മത്സരിക്കാറുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഇല്ലാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ മരണമാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവത്തിൻ്റെ കർശനമായിരിക്കുന്ന കാര്യമാണ് നാം മാതാപിതാക്കളോട് കയർക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാക്കളുടെ മേൽ നമ്മുടെ കൈ ഉയർത്തുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ വലിയ കോപം നമ്മുടെ മേൽ വരും. മരണശിക്ഷ അനുഭവിക്കണം.
നാം കോപത്തോടുകൂടെ നമ്മുടെ മാതാപിതാക്കന്മാരെ ശപിക്കുന്നവരാണോ? ക്രിസ്തുവില്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും അതിൻ്റെ ഫലം മരണമാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. അവിടെ പറയുന്നത്, തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നോക്കുക, ഇവിടെയും വളരെ കർശനമായിട്ട് ദൈവം ആ കാര്യം പറഞ്ഞിരിക്കുകയാണ്. നാം നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഉപദേശം തിരസ്കരിക്കുന്നവരാണോ? അങ്ങനെ നാം തിരസ്കരിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും. നാം അതിന് മരണം നാം അനുഭവിക്കുന്നവരാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അപ്പൻ്റെയോ അമ്മയുടെയോ വാക്കുകൾ കേൾക്കാതെയും അവൻ ശാസിച്ചാലും അനുസരിക്കാതെയിരിക്കുന്ന ഷട്ടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷട്ടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളാണ് വായിച്ചത്. അപ്പോൾ ദൈവത്തിന് എതിരായി പറയുന്നവൻ, അവരുടെ മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കാത്തവർക്ക് മരണശിക്ഷ മാത്രമാണ് ഉള്ളത്. നാം സദൃശ്യവാക്യം 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. നോക്കുക, ദൈവത്തിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ക്രോധം എത്രയോ ഭയങ്കരമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, നോഹയുടെ മകനായിരിക്കുന്ന ഹാം തൻ്റെ പിതാവിനെ അപമാനിച്ചതുകൊണ്ട് അവൻ്റെ സന്തതികളെല്ലാം ശപിക്കപ്പെട്ടവരായിട്ട് തീർന്നു. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടവരാണ്. കർത്താവ് പറയുന്നത്, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ആദരിക്കുക. യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു സമൂഹമാണ്. പ്രായമുള്ള മാതാപിതാക്കന്മാരെ ഭവനത്തിൽ നിന്ന് ഇറക്കിക്കളയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രായമുള്ള മാതാപിതാക്കളെ വൃദ്ധാലയങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ നല്ല രീതിയിൽ കരുതുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം മുഖാന്തരം ഈ ശിക്ഷകളൊക്കെ ദൈവം നമ്മളിൽ നിന്ന് മാറ്റി. അതുകൊണ്ട് ആ ശിക്ഷകൾ ഇനിയും നാം വീണ്ടും അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും
ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.